വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുൽ അബ്സ്വാർ സബക്ക് 17. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വലാ യൻജുസുൽ ഖുല്ലതാനി മിനൽ മായി. വെള്ളത്തിൽ നിന്നുള്ള രണ്ട് കുല്ലത്ത് നജസാവുകയില്ല. ബി മുലാഖാത്തിൻ നജാസത്തി. നജസ് കണ്ടുമുട്ടൽ കൊണ്ട് നജസാവുകയില്ല. ഉദാഹരണം പറയാം. അപ്പോൾ പള്ളിയിലൊക്കെ ഹൗദുണ്ടാവുമല്ലോ, ആ ഹൗദിലേക്ക് കുറച്ച് മൂത്രമായി, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൻ്റെ വിരലിൽ നിന്ന് കുറച്ച് രക്തമായി, എന്നാൽ നേസാകോ? ഇല്ലം എത്തകയ്യർ. അത് പകർച്ചയായിട്ടില്ലെങ്കിൽ നേസാവുകയില്ല. മനസ്സിലായോ? അപ്പോൾ പകർച്ചയായാലോ? ഫൈൻ തകയ്യറ. അത് പകർച്ചയായാൽ ഫോഹനേസുൻ, അത് നേസാണ്. അപ്പം നിറമോ മണമോ രുചിയോ മാറിക്കഴിഞ്ഞാൽ എന്താവും? നേസാവും. ഇനി നിറം മാറിയിട്ടില്ല, മണമില്ല, രുചിയില്ല, ഈ രൂപത്തിലോ നേസാവുകയില്ല. മനസ്സിലായോ? വൽ ജാരി കറാക്കിതി. ഒഴുകുന്ന വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ തന്നെയാണ് മസലിൻ്റെ കാര്യത്തിൽ. രണ്ട് കുല്ലത്ത് നോക്കണം. ഇപ്പോൾ രണ്ട് കുല്ലത്ത് താഴെയാണെങ്കിൽ നിറമോ മണമോ രുചിയൊക്കെ മാറിയിട്ടുണ്ടോ നോക്കണം. മേൽ പറഞ്ഞതുപോലെ തന്നെ മസലിൻ്റെ കാര്യത്തിൽ. ഓക്കെ. വൽ ജാരി കറാക്കിതി. ഒഴുകുന്ന വെള്ളം കറാക്കിതി, കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ തന്നെയാണ്. ഫൈൻ സാല തകയ്യുറു. പകർച്ച നീങ്ങിയാൽ, ബിനഫ്സിഹി, സ്വയം നീങ്ങിയാൽ. വെള്ളത്തിൽ പകർച്ച ഉണ്ടായിരുന്നു, ഒരു 2-3 ദിവസം കഴിഞ്ഞ ശേഷം നോക്കിയപ്പോൾ വെള്ളത്തിനൊരു പകർച്ചല്ല, നിറമോ മണമോ രുചിയോ ഒന്നും വ്യത്യാസമല്ല. ഔ ബിമാഇനാഖറ, അല്ലെങ്കിൽ മറ്റൊരു വെള്ളം കൊണ്ട് പകർച്ച നീങ്ങിയാൽ. ഒരു ബക്കറ്റ് വെള്ളത്തിൽ പകർച്ച ഉണ്ടായിരുന്നു, അപ്പോൾ അപ്പുറത്തെ ടാങ്കിൽ നിന്ന് ഒരു ഹോസ് വെച്ച് എന്ത് ചെയ്തു, അതിലേക്ക് അടിച്ചു. അപ്പോൾ വെള്ളം കൂടുകയും ചെയ്തു, പകർച്ച നീങ്ങുകയും ചെയ്തു. കുറച്ച് ബക്കറ്റിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തെ ബക്കറ്റിലേക്ക് കുറച്ച് ഒഴിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? പകർച്ച നീങ്ങി. ഈ രണ്ട് രൂപത്തിലും പകർച്ച നീങ്ങിയാൽ തൊഹൂറ, അത് ശുദ്ധിയാകും. മനസ്സിലായോ? വത്തഗയ്യുറുൽ മുഅത്തിറു, ഫലം ചെയ്യിപ്പിക്കുന്ന പകർച്ച ബി ത്വാഹിരിൻ ഔ നജസിൻ, ശുദ്ധിയുള്ള വസ്തു കൊണ്ടോ ഔ നജസിൻ, അല്ലെങ്കിൽ നേസു കൊണ്ടോ ഈ ഫലം ചെയ്യിപ്പിക്കുന്ന പകർച്ച എന്ന് പറഞ്ഞാൽ തുഅമൻ, രുചി വ്യത്യാസം വരലാണ്. ഔ ലൗനുൻ, അല്ലെങ്കിൽ നിറം വ്യത്യാസം വരലാണ്. ഔ റീഹൻ, അല്ലെങ്കിൽ മണം വ്യത്യാസം വരലാണ്. കണ്ടോ? ശുദ്ധിയുള്ള വസ്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചായപ്പൊടി ഇട്ടപ്പോൾ ആകെ എന്ത് ചെയ്തു? നിറമായിട്ട് മാറി. ശുദ്ധിയുള്ള വസ്തു തന്നെയാണ്, പക്ഷെ നിറം മാറി. അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടു, പഞ്ചസാര ഓവറായ പിന്നെ പഞ്ചാര വെള്ളം എന്നല്ല പറയുക, സാധാ വെള്ളം നമ്മൾ പറയാറില്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്തു? രുചി മാറി. അപ്പോൾ ഫലം ചെയ്യിപ്പിക്കുന്ന പകർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? തോയറ് കൊണ്ടോ നേസ് കൊണ്ടോ ഫലം ചെയ്യിപ്പിക്കുന്ന പകർച്ച എന്ന് പറഞ്ഞാൽ രുചിയോ നിറമോ മണമോ വ്യത്യാസം വരലാണ്. ഇൻഷാ അല്ലാഹ് നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.